കടുവയാണ് വിഷയം. വയനാട്ടിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുല്ലരിയാൻ പോയ ഒരു വ്യക്തിയെ കടുവ പിടിച്ച സംഭവമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആളുകൾ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാലാകാലങ്ങളിലായിട്ട് ഈ വനത്തിനോട് ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകളുടെ ഇടയിലുണ്ട്. ഫോറസ്റ്റ് ഏരിയാസ് വളരെ ക്ലോസ് ആയിട്ടുള്ളവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര പേടിയാണ്. കാരണം കടുവ, ആന, പന്നി, കാട്ടുപോത്ത്, അങ്ങനെ വളരെ വിഷയമാണ് അവരുടെ ജീവിതം. അപ്പോൾ ഈ കടുവ ഇറങ്ങിയ സാഹചര്യത്തിൽ നരഭോജിയായ ഒരു കടുവ നാട്ടിലിറങ്ങിയ ഒരാളെ പുല്ലരിയാൻ പോയപ്പോൾ പിടിച്ചുപോയി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ ആലോചിച്ച ആളുകളുടെ ഒരു മൈൻഡ് സെറ്റൊക്കെ നോക്കുന്ന സമയത്ത് അവരിങ്ങനെയേ റിയാക്ട് ചെയ്യും. ഓക്കെ, 10-11 ദിവസത്തിന് ശേഷം കടുവയെ കിട്ടിയ ടൈമിൽ ഫോറസ്റ്റ് ഓഫീസർക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള പോലീസുകാർക്കും ഒക്കെ ഇനി ഇതിനെ പിടിക്കാൻ പോയ ഏത് ടീമിനാണെങ്കിൽ ആ ടീമിനൊക്കെ കടുവയെ ജീവനോടെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ടാസ്ക്. പറ്റ കയ്യിൽ നിന്ന് പോകുന്ന അട്രോഷ്യസ് സിറ്റുവേഷനാണ്. അത് കൂട്ടിക്കയറാത്തൊരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വഴിയില്ല. ഇതിനിടയിൽ എന്തോ ഒരു കടുവയെ കണ്ടാൽ വെടി വെക്കണം എന്നുള്ള രീതിയിലുള്ളൊക്കെ ഒരു സംഗതിയൊക്കെ വന്നുകൊണ്ട് അപ്പോഴും ഞാൻ വിചാരിച്ചു എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു സ്പീഷിയെ അങ്ങനെ വെടിവെച്ച് കൊല്ലാൻ കടുവയെ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവർ കൃത്യമായിട്ട് കെണി വെച്ച് ആ കെണിയിലേക്ക് കടുവ വന്ന് കുടുങ്ങി. ഇഞ്ചോർഡായിരുന്നു കടുവയ്ക്ക് സാമാന്യം നല്ല ഇഞ്ചുറി ഉണ്ട് ഫേസിനകത്ത്. വേറെ കടുവകളായിട്ട് കടുപിടി കൂടിയതായിരിക്കാം, ഒരാൺകടുവയാണ്. അതിലൊക്കെ നമുക്ക് വരാം. ആദ്യം ആളുകളുടെ പ്രതിഷേധം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. 10 ദിവസം ഞങ്ങൾ ഇവിടെ കൊല്ലാതെ കൊണ്ടാൽ ഞങ്ങൾ എന്തായാലും സമ്മതിക്കാതെ. ഞങ്ങൾ പെണ്ണുങ്ങളെ, കുട്ടികളെ എല്ലാവരെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ കിടക്കും. കടുവ അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് പറഞ്ഞ് ജനശ്രദ്ധ തിരിച്ചു പറ്റിക്കൊണ്ട് ഒരു 154 പ്രഖ്യാപിച്ച് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു പറ്റി കടുവേനെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകാനുള്ള ശ്രമമാണ്. ഇതിനെ ഇവിടുന്ന് അയച്ചുവിട്ട് അപ്പുറം കൊണ്ട് വിട്ടു കഴിഞ്ഞാൽ ഇതേപോലെ പിന്നെ തിരിച്ചു. ഓക്കെ, കടുവയെ കൊല്ലണം, നരഭോജിയായ കടുവയെ വെച്ചിരിക്കാൻ പാടില്ല എന്നാണ് നാട്ടുകാരുടെ അവരുടെ ഒരു പ്രൊട്ടസ്റ്റ്. ഫൈൻ, അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഈ കടുവ പിടിച്ച ടൈമിൽ ഉള്ള ആ ഒരു വീഡിയോ കാണാം. വാഗേരിയെ വിറപ്പിച്ച WWL 45 എന്ന കടുവ ഇനി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ അന്തേവാസി. വയനാട്ടിലെ കുപ്പാടി സംരക്ഷണ കേന്ദ്രത്തിൽ നിലവിൽ 7 കടുവകളുള്ള സാഹചര്യത്തിലാണ് ഈ കടുവയെ തൃശൂർ പുത്തൂരിലെ പുതിയ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. കടുവയെ വയനാടിന്റെ പുറത്തേക്ക് മാറ്റുമെന്ന വാഗേരിയിലെ ജനങ്ങൾക്കും വനം വകുപ്പ് ഉറപ്പു നൽകിയിരുന്നു. WWL 45 ആണ് ഇപ്പം നമ്മളുടെ കേജിലായിരിക്കുന്നത്. നെക്സ്റ്റ് പ്രൊസീജിയർ നമ്മളിതിനെ ഡോക്ടേഴ്സ് ഇവിടെ വെച്ച് ഇനീഷ്യൽ ആയിട്ട് അതിനെ പരിശോധിച്ച് എക്സാമിൻ ചെയ്തതിന് ശേഷം പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത്. കടുവയുടെ മുഖത്ത് ഗുരുതരമായ പരിക്കുണ്ട്. മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിൽ പറ്റിയതാകാമെന്നാണ് നിഗമനം. ആ ഒരു വൂണ്ടിന്റെ ഒരു പാറ്റേൺ കണ്ടിട്ട് മറ്റൊരു കടുവയായിട്ട് ഉള്ള ഇൻഫൈറ്റ് മൂലമാണെന്നാണ് ഇപ്പം. 10 ദിവസത്തെ ശ്രമത്തിനൊടുവിലാണ് 13 വയസ്സുള്ള ആൺകടുവയെ കൂട്ടിലാക്കാൻ ദൗത്യസംഘത്തിന് കഴിഞ്ഞത്. ഓക്കെ, 13 വയസ്സുള്ള ആൺകടുവ, മുഖത്തൊരു വൂണ്ട്, അത് വേറൊരു കടുവയായിട്ടുള്ള ഏറ്റുമുട്ടലിൽ പറ്റിയതായിരിക്കും. ഫൈൻ. ഇനി നമുക്ക് കേരളത്തിലും നമ്മുടെ ഈ ഒരു ബെൽറ്റിനകത്ത്, ഓക്കെ, സദേൺ റീജിയനകത്ത് എത്രത്തോളം കടുവകളുടെ ഡെൻസിറ്റി ഉണ്ട് എന്നുള്ളത് കൂടി നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. 2018 കടുവ സെൻസസ് പ്രകാരം രാജ്യത്ത് 2967 കടുവകൾ ഉണ്ടെന്നാണ് കണക്ക്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്, 526 കടുവകൾ. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ 524 കടുവകളും ഉത്തരാഖണ്ഡിൽ 442 കടുവകളുമുണ്ട്. കേരളത്തിൽ 190 കടുവകളുണ്ടെന്നാണ് കണക്ക്. 2006 സെൻസസ് പ്രകാരം ഇത് 46 എണ്ണം മാത്രമായിരുന്നു. കേരളവും തമിഴ്നാടും കർണാടകയും ഗോവയും ഉൾപ്പെടുന്ന പശ്ചിമഘട്ട മേഖലയിൽ 981 കടുവകളുണ്ടെന്നാണ് കണക്ക്. 2006 സെൻസസിനെ അപേക്ഷിച്ച് 576 കടുവകളുടെ വർധനയാണ് ഈ മേഖലയിൽ മാത്രം ഉണ്ടായിട്ടുള്ളത്. വയനാട്ടിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 6 പേർ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നത് ഈ കണക്കുകളോട് ചേർത്ത് വായിക്കണം. പശ്ചിമഘട്ട മലമേഖലകളിൽ ഏകദേശം 1000 കടുവകൾ, കേരളത്തിൽ തന്നെ ഏകദേശം ഒരു 200 അടുപ്പിച്ച് കടുവകളുണ്ട്. കേരള ഫോറസ്റ്റിൻ്റെ ഒക്കെ ബോർഡർ നമുക്കറിയാം, കർണാടക തമിഴ്നാടൊക്കെ ആയിട്ടാണ്. കർണാടകയിൽ ഏകദേശം 400-500 കടുവകൾ കർണാടകയിലുണ്ട്. ആക്ച്വലി ഇവിടെ അവരുടെ പോപ്പുലേഷൻ കൂടുന്നുണ്ട്. ഓക്കെ, കടുവകളുടെ പോപ്പുലേഷൻ കൂടുന്നുണ്ട്. അതിനനുസരിച്ച് ഫോറസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് വൈഡനിങ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വൈഡൻ ആവുന്നുണ്ടോ? ഇല്ല. ഫോറസ്റ്റിൽ എപ്പോഴും നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ കുറച്ച് പണ്ടൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾ പിടിച്ചു പറിച്ച് വേലി കെട്ടി തിരിച്ചിരുന്നെങ്കിൽ ഇപ്പം അതൊന്നും നടക്കൂല. ബട്ട് സ്റ്റിൽ
ഫോറസ്റ്റിന് ചുറ്റിപ്പറ്റിയുള്ള ആളുകളുടെ സെറ്റിൽമെൻറ്റ്സ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യം, അതായത് കടുവ ഇറങ്ങുന്ന ഒരു സാഹചര്യം, ഇപ്പോൾ വയനാട്ടിലാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും, ഞാനൊരു കേസ് പറയാം. ഒരു കടുവ ഇറങ്ങുന്നത് ഇര പിടിക്കാനാണ്. ചുമ്മാ നാട്ടിൽ കൂടി ഇറങ്ങിയിട്ട് ഞാൻ നാട് കണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് വരില്ല. ഈ വയനാട്ടിൽ ഇപ്പോൾ ഇവർ പിടിച്ച നരഭോജി കടുവ അടക്കം 13 വയസ്സാണ്. ഇപ്പോൾ ഒരു നോർമൽ കടുവ, അതൊരു ക്യാപ്റ്റിവിറ്റിയിലല്ല, അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ആണത് ജനിച്ച് അങ്ങനെ വളർന്ന് മരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 15 വയസ്സ് 10 to 15 അതിനിടയിൽ അതിൻ്റെ ഒരു ഏജ് ഉണ്ടാവും നാച്ചുറൽ ഹാബിറ്റാറ്റിൽ. ക്യാപ്റ്റിവിറ്റിയിലേക്ക് വരുമ്പോൾ, അതായത് നമ്മൾ കൊണ്ടുവന്ന് അവരെ നോക്കി അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ക്യാപ്റ്റിവിറ്റിക്ക് അകത്താണെന്നുണ്ടെങ്കിൽ 20 വയസ്സ് വരെയൊക്കെ കടുവകൾ ചിലപ്പോൾ ജീവിക്കും. ഈ ക്യാപ്റ്റിവിറ്റിയിൽ ജീവിക്കുന്ന കടുവകളെ നിങ്ങൾ പിടിച്ചിട്ട് ഫോറസ്റ്റിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ഇര പിടിക്കാനൊക്കെ ഭയങ്കര സീനായിരിക്കും, നടക്കുമെന്നില്ല. ഇനിയില്ല ഇതേപോലെ ഫോറസ്റ്റിൽ ഇതേപോലെ ജനിച്ച് വളർന്ന കടുവകൾ, അവർ ഫൈറ്റ് ചെയ്യും ടെറിട്ടറിക്ക് വേണ്ടി. ഈ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമാട്ടോ. അത് ഇങ്ങനെ ഭയങ്കര എലാബറേറ്റ് ചെയ്ത് പറയുന്നില്ല. നഖം കൊണ്ട് മാന്തിയിട്ടും മറ്റേ മൂത്രം കാലോ സ്പ്രേ പോലെ ഒഴിച്ചിട്ടൊക്കെയാണ് ഒരു ഇത് മാർക്ക് ചെയ്യുക അവരുടെ ടെറിട്ടറി. ഓരോ കടുവയ്ക്കും ഒരു 15 കിലോമീറ്റർ 20 കിലോമീറ്ററിൻ്റെ അകത്ത് ഒരാൾക്ക് ഒരു ഏരിയ വേണം. അതിനകത്തോട്ട് ഒരു ആൺകടുവയുടെ ടെറിട്ടറിക്ക് വേറൊരു ആൺകടുവയെ ഒരിക്കലും വരാൻ സമ്മതിക്കില്ല. അങ്ങനെ കയറി പോകില്ല. അല്ലെങ്കിൽ ഇവനെ സ്ട്രെങ്ത്ത് തെളിയിക്കാൻ പോകും. ഫീമെയിൽ കടുവകളുടെ അടുത്തേക്ക് സ്ട്രെങ്ത്ത് തെളിയിക്കാൻ പോയിട്ട് അവിടെയുള്ള ആൺകടുവയെ അടിച്ചിട്ട് പോരും. അപ്പോഴൊക്കെയാണ് ഫൈറ്റ് നടക്കാറ്. ഫീമെയിൽ കടുവകൾ അവിടെ ഓക്കെ അലോ ചെയ്യും. അപ്പം ഇത്രയും ഡെൻസിറ്റി ഓഫ് കടുവാസ് നമ്മുടെ കാടുകളിലുണ്ട്. ഓക്കെ, അപ്പം അതിൽ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള കടുവകൾ, അവർ സാധാരണ രീതിയിൽ കുറച്ച് യങ്ങറായിട്ടുള്ള കടുവകൾ ഏജ്ഡ് ആയിട്ടുള്ള കടുവകളുടെ ടെറിട്ടറിയിലേക്ക് കയറി അവിടെ ഒരു ഫൈറ്റ് ഉണ്ടായി. ഇപ്പം ഈ പിടിച്ച കടുവയ്ക്കാണെങ്കിൽ മുഖത്ത് നല്ലൊരു മുറിയാവും, വലിയ മുറിയുണ്ട്. അപ്പോൾ അതൊരു ഫൈറ്റിൽ 2 കടുവകളുടെ ഫൈറ്റിൽ വന്നപ്പോൾ ഇര പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. വയ്യാതാവില്ലടി. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ, ഏജായിട്ട് വയ്യാതെയാവും, അസുഖം കാരണം വയ്യാതെയാവും, ഫൈറ്റിൽ ഇങ്ങനെ മുറിയായിട്ട് വയ്യാതെയാവും. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇവർ നോക്കുന്നത് സോഫ്റ്റ് ടാർഗറ്റ്സ് ആയിരിക്കും. സോഫ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുവയ്ക്ക് മനുഷ്യനെന്നോ മറ്റേ മുയലെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവിന്നില്ല. അവർ മാനിനെയും മനുഷ്യനെയും മുയലിനെയും ഒക്കെ കാണുന്നത് ഒരുപോലെ തന്നെയാണ്. അവരുടെ ഇര അത്രയേ ഉള്ളൂ. അവർ ചാടിക്കയറി പിടിക്കും. പ്രത്യേകിച്ച് മനുഷ്യന്മാരുടെ ആ ഒരു വാസസ്ഥലത്തോട് അടുപ്പിച്ച് ഇതേപോലെ കുറച്ച് ഏജായിട്ട് പരിക്ക് പറ്റിയ കടുവകൾ വന്നു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് കാര്യങ്ങൾ. കാടിനകത്തുള്ള ബാക്കി മൃഗങ്ങൾ ഓടി രക്ഷപ്പെടുന്ന പോലെയല്ല. മനുഷ്യൻ ഒന്നുകൂടി പാനിക്കാവും. മനുഷ്യനെ പെട്ടെന്ന് ഒരു അടിച്ചിടാൻ പറ്റും. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ വരുന്ന ഇഞ്ചേർഡ് ആയിട്ടുള്ളതോ വയസ്സായിട്ടുള്ളതോ ആയിട്ടുള്ള കടുവകൾ പുറത്തു വരുന്നു, ആളുകളെ പിടിക്കുന്നു. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മെയിൻ റീസൺ ഞാൻ ഇതാ പറഞ്ഞു, കടുവകളുടെ ഡെൻസിറ്റി ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ കൃത്യമായിട്ടുള്ള ഫെൻസിങ്ങും കാര്യങ്ങളോ ഇല്ലെങ്കിൽ ആളുകളെ അവെയർ ചെയ്യുക. അതായത് കാടിനോട് തൊട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ക്യാമും കാര്യങ്ങളൊക്കെ കാട്ടിനകത്തുണ്ട്. ഒരു കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ അറിയിക്കുക എന്നുള്ളൊരു കാര്യം. ഇനി ചില സമയത്ത് സ്ഥലങ്ങളിലൊക്കെ അറിയിച്ചിട്ടും കാര്യമില്ല കേട്ടോ. ഹീറോയിസം കാണിച്ച് പോകുന്നവരും കാണും. അത് വേറൊരു വശം. പക്ഷെ സ്റ്റിൽ ആളുകൾ ഫോറസ്റ്റിനോട് ചുറ്റിപ്പറ്റി ജീവിക്കുന്നതൊക്കെ സെറ്റിൽമെൻറ്റ്സ് ഒക്കെ ഒന്ന് വാച്ച് ഔട്ട് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പരിധി വരെ ഇങ്ങനത്തെ അപകടങ്ങൾ കുറയ്ക്കാനുണ്ട്. അല്ലാതെ വേറെ വഴിയില്ല. കാരണം കടുവ എന്ന് പറഞ്ഞ സാധനം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നാട് കാണാൻ വരുന്നതല്ല, ഇര പിടിക്കാൻ വരുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും കടുവകൾ പുറത്തിറങ്ങാനുള്ള മെയിൻ റീസൺ ഇര പിടിക്കൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇര പിടിക്കാൻ അവരിറങ്ങും, ഇര പിടിക്കും. മനുഷ്യനാണെന്നോ ബാക്കി ഇതൊന്നോ അവർ നോക്കില്ല. ഇനി കമ്മിങ് ടു ദ പോയിന്റ്, ഇങ്ങനെ വരുന്ന കടുവകളെ കൊന്നു കളയണോ? ഇവരുടെ ആവശ്യം ഞാൻ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച കാണുന്നുണ്ട്. കൊല്ലണം, കടുവയെ കൊല്ലണം. ഇപ്പോൾ ഈ ആദ്യം വെച്ച വീഡിയോനകത്ത് നിങ്ങൾ കണ്ടില്ല, ആളുകൾ കടുവയെ കൊല്ലണം, കൊന്നാൽ വികാരമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവരെ കൂട്ടത്തിലുള്ള ഒരാളെ, കുട്ടിയെ, എല്ലാവരും ഇതേപോലെ പിടിച്ചു കൊണ്ടുപോയിട്ട് കടുവ കൊല്ലുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ കൊന്നേ പറ്റൂ. ആന കുത്തിക്കൊല്ലുന്ന ആളെന്ന് ആനനെ കൊല്ലണം, അത് തന്നെയാണ് ആളുകൾ പറയുക. അതിനപ്പുറം ആളുകളൊന്നും പറയില്ല, കൊല്ലണം. പക്ഷെ അവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമത്തിനെ കുറിച്ചും കൂടി ഒന്ന് ചിന്തിക്കണം. എനിക്കറിയില്ല എത്ര പേര് ചിന്തിക്കുന്നുള്ളത്. ഒരു മനുഷ്യനെ അറിഞ്ഞുകൊണ്ട് കൊല്ലുന്ന നാടാണിത്, അല്ലേ?
മനുഷ്യന്മാരുടെ ഓരോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ ഇവിടെ റെഡിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊല്ലും, വെട്ടിക്കൊല്ലും, കുത്തിക്കൊല്ലും, കുട്ടികളെ പീഡിപ്പിക്കും, സ്ത്രീകളെ ഇതാക്കും, വൃദ്ധരാന്ന് പോലും നോക്കാതെ ചിലപ്പോൾ കൊന്നുകളയും. അങ്ങനെ കൊലപാതകങ്ങൾ മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത്, സോറി ഫ്ലാഷ് പോയി, അങ്ങനെയുള്ള ഒരു നാട്ടിൽ കടുവ വന്ന് ഒരാളെ പിടിച്ചു. ഓക്കെ, വികാരം പൊട്ടിയൊലിക്കുകയാണ് ആളുകൾക്ക്, കടുവയെ കൊന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട്. ഈ മനുഷ്യനെ കൊല്ലുന്ന മനുഷ്യന്മാരെ കൊല്ലാൻ നിയമമില്ലാത്ത ഈ നാട്ടിൽ ഈ കടുവയെ പിടിച്ച് അങ്ങോട്ട് എന്താണ് വെടി വെച്ച് കൊല്ലൂ ഞാൻ സിമ്പിളായിട്ട് ചോദിക്കാം, കൊല്ലൂ. എന്തോ ഇത് ഇവിടെ മനുഷ്യനെ കൊന്നിട്ട് പുല്ല് മാതിരി ഇറങ്ങി നടക്കുന്നു. പിന്നെ ഈ വരുന്ന കടുവയ്ക്ക് അറിയില്ല ഇത് മനുഷ്യനാണ്, ഇതിനെ കൊല്ലാൻ പാടില്ലാത്ത സാധനം എന്നൊന്നും ഈ പറഞ്ഞ കടുവയ്ക്ക് അറിയില്ല. നേരെ മറിച്ച് ഒരു മനുഷ്യനെ അറിയാലോ വേറൊരു മനുഷ്യനെ കൊല്ലാൻ പാടില്ല, എന്നിട്ട് കൊല്ലാതിരിക്കുന്നുണ്ടോ? അതതിൻ്റെ സർവൈവലിന് വേണ്ടി ചെയ്യുന്നു. ഇവിടെ സർവൈവലിനാണോ കൊല്ലുന്നേ? അല്ല, പണ്ട് കാലങ്ങളിലാണെങ്കിൽ മനുഷ്യൻ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു മനുഷ്യനെ കൊല്ലുന്നു, കുർബാൻ അല്ലെങ്കിൽ മറ്റേ ബലി കൊടുക്കൽ, പല ടേംസിലാണ്. കാലം മാറുന്നതിനനുസരിച്ച് ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ. മനുഷ്യനെ കൊല്ലുന്നത് വലിയ തെറ്റാണ്. പണ്ട് കാലങ്ങളിൽ മനുഷ്യനെ കൊല്ലുന്നത് ന്യായീകരിച്ചിട്ടുണ്ടാവാം. ഇപ്പം അത് പറ്റില്ല. ഒരു മനുഷ്യൻ വേറെ മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു തെറ്റില്ല. പക്ഷേ മൃഗങ്ങളടങ്ങുന്ന ഈ ഒരു എക്കോസിസ്റ്റത്തിനകത്ത് പുലി, കടുവ എന്നുള്ള മൃഗങ്ങൾക്കൊക്കെ ഒരു മനുഷ്യനോ പട്ടിയോ പൂച്ചയോ പശുവോ ആടോ കോഴിയോ മുയലോ എന്തോ ആയിക്കോട്ടെ, ഇവർ ഇര പിടിക്കുന്നത് അല്ലെങ്കിൽ ഇവരൊരാളെ കൊല്ലുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കടുവ ഇറങ്ങുന്ന കടുവകളെയൊക്കെ കൊല്ലാൻ നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത്ര കൗണ്ട് കൂടില്ല. ഇതൊക്കെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് കൂടിയാണ്. അതുകൊണ്ട് കടുവയെ കൊല്ലണം, കടുവയെ തീർക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഇറങ്ങുമ്പോൾ അവരോടാണ് പറയാനുള്ളത്, ഈ നാട്ടിലെ നിയമങ്ങളിൽ മനുഷ്യനെ കൊന്നാൽ വരെ മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിയമങ്ങളുള്ള നാടാണ്. ഓക്കെ, അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കടുവ, ആന ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഇറങ്ങി മനുഷ്യനെ കൊന്നു എന്ന് പറഞ്ഞ അവരെ നേരത്തേക്ക് വികാരം പൊട്ടിപ്പോകാൻ സുഖമാണല്ലോ. ഏത് ഐറ്റങ്ങൾ അവരെ ഒരു ആനേൻ്റെ അടുത്തോ ഒരു പുലീൻ്റെ അടുത്തോ പോയിട്ട് അതിനെ കൊല്ലണമെന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്താൽ ആനേൻ്റെയും പുലീൻ്റെയും കൂട്ടക്കാർ വന്നിട്ട് കൊടി പിടിക്കുന്നില്ലല്ലോ. ഇത് നേരെ മറിച്ച് ഇവിടെ ഒരു കുട്ടീനെ പിടിപ്പിച്ചത് ഒരു വേറെ എന്തെങ്കിലും ഒരാളെ കൊന്നതോ ആയിട്ടുള്ള ഒരാളെ അയാളുടെ അടുത്ത് പോയിട്ട് അയാളെ കൊല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സഹായിക്കാൻ ചിലപ്പോൾ 4 ആൾ നാളെ വരും. ചില രാഷ്ട്രീയക്കാരോ മത നേതാക്കന്മാരോ വക്കീലന്മാരോ വരും. അവിടെ പേടിക്കണം. അപ്പോൾ ഇത് വിഷയം വേറൊന്നുമല്ല. പുലീനെ കൊല്ലണം, ആനേനെ കൊല്ലണം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്നവരോടാണ് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ എന്നെ വന്ന് നീ വലിയ മൃഗസ്നേഹി ആന ഞാൻ ലോജിക്ക് വെച്ച് പറയുന്നതാണ്. ഓക്കെ, കൊല്ലണം അല്ലെങ്കിൽ മറ്റത് കാട്ടണം എന്നൊക്കെ പറയാൻ ഈസിയായി. ഇപ്പം എത്ര സ്ഥലങ്ങളുണ്ടേ. ഞാൻ പറഞ്ഞില്ല നേരത്തെ, പീഡകരെയും കൊലപാതകളെയും കൊണ്ടുപോയിട്ടിട്ട് നല്ല ഞഞ്ഞം കൊടുത്തിട്ട് വളർത്തുന്നില്ലേ ഇവിടെ? ഇല്ലേ? ജയിലിനകത്ത് ഉള്ളിൽ പോയാൽ പുറത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചറിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? നല്ല ബിരിയാണിയും ചിക്കനും മീനും മട്ടനൊക്കെ തിന്ന് നല്ല പോഷ്ടിച്ച് വരുന്നില്ലേ? ഇവിടെ ഒരു ഈ പറഞ്ഞ പുലിയോ ആനയൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റിവിറ്റി സെന്റേഴ്സ് ഉണ്ട്. അതിനുവേണ്ടി ഫണ്ട് വേറെ ഉണ്ട്, സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ക്യാപ്റ്റിവിറ്റിയിലിട്ട് ഇവരെ വളർത്താം, എന്നിട്ട് തുറന്നു വിടാം. ഓക്കെ, ഒരു കൊലപാതകീനെ അകത്തിട്ട് അവൻ്റെ ശിക്ഷ കഴിഞ്ഞ് പുറത്ത് വിട്ടാൽ വീണ്ടും കൊലപാതകം ചെയ്യുമെന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. ഉണ്ടോ? വല്ല ഉറപ്പുണ്ടോ? ഒരു പീഡകൻ അവൻ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും പീഡിപ്പിക്കില്ല എന്ന് വല്ല ഉറപ്പും പറയാൻ പറ്റുമോ? മനുഷ്യൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. മനുഷ്യൻ്റെ കാര്യത്തിൽ വല്ല ഉറപ്പും പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അങ്ങനെ മനുഷ്യൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. മനുഷ്യൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ നിയമങ്ങളും ഇല്ല, ഒന്നുമില്ല. പുലിനെ പിടിച്ചാൽ പുലിനെ കൊല്ലണം, ആനയെ പിടിച്ചാൽ ആനയെ കൊല്ലണം. മനുഷ്യന് മാത്രമായിട്ടുള്ളൊരു ലോകം നടക്കുന്നില്ല. എനിക്കറിയാൻ പാടില്ല. ഈ ഇക്കോസിസ്റ്റത്തിനകത്ത് ഇതൊക്കെ നിലനിന്ന് പോകണം. അപ്പോൾ ഇതിനകത്ത് ഫോറസ്റ്റിന് ചുറ്റും താമസിക്കുന്ന, ഫോറസ്റ്റിന് അടുത്ത് താമസിക്കുന്ന ആളുകൾ അവരുടെ സെക്യൂരിറ്റി, അവരുടെ ഈ പറഞ്ഞ എന്താ പറയുക ലിവിങ്ങിന് വേണ്ടിയിട്ട്, അവരുടെ ജീവിതോപാധിക്ക് വേണ്ടിയിട്ട് അവർ വനത്തിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതിൽ അവരെ സുരക്ഷിതമായിട്ട് അതിനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള പരിപാടി ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഫോറസ്റ്റ് ഓഫീസേഴ്സും കാര്യങ്ങളുമായിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഏറ്റവും കൂടുതൽ ഫണ്ട് ഇറങ്ങുന്നത് ഇവിടെ ഈ സാധനത്തിനാണ്. ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ പരിപാടികൾക്ക് ഏറ്റവും കൂടുതൽ. പക്ഷെ നടക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചാടിപ്പിടിച്ച് ഇതിനെ കിട്ടി ഇനി അതിനെ കൊന്നു കളയുക എന്നൊക്കെ പറഞ്ഞ് വികാരം പൊട്ടിയൊലിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളൂ. എന്തോ പറയണം തോന്നി. അത് ഓൾറെഡി പരിക്ക് പറ്റിയിരിക്കുന്ന ഒരു കടുവ,
അതിന് സ്പോട്ടിലിട്ട് തട്ടിക്കളയണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ